വൻ ദുരന്തമാണ് തമിഴ്നാട്ടിൽ സംഭവിച്ചിരിക്കുന്നത്. തമിഴക വെട്രികഴകം പ്രസിഡന്റ് വിജയുടെ കരൂരിലെ റാലിയിൽ തിക്കിലും തിരക്കിലും പെട്ട 30ഓളം മരണം ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. നിരവധി അനവധി പേർ കുഴഞ്ഞു വീണു. വലിയ തിരക്കാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായത് എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. തമിഴക വെട്രികഴകത്തിന്റെ റാലി നടന്നത് അത് ഇതുമായി ബന്ധപ്പെട്ട് തുടർന്ന് പ്രസംഗം പൂർത്തിയാക്കാതെ വിജയ് മടങ്ങി എന്നുള്ള പ്രധാനപ്പെട്ട വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. വിവിധ ആശുപത്രികളിലേക്ക് ഈ പ്രവർത്തകരെ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. റാലി പകുതി വഴിയിൽ നിർത്തി വിജയ് മടങ്ങുന്ന പശ്ചാത്തലമൊക്കെ ഉണ്ടായി. റാലി തുടങ്ങിയ സമയം മുതൽ തന്നെ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. വലിയ ജനക്കൂട്ടം ഉണ്ടായിരുന്നു. കരൂരിലേക്ക് ആളുകൾ ഇങ്ങനെ ഒഴുകിയെത്തുകയായിരുന്നു. നേരത്തെ നമുക്കറിയാം വിജയുടെ ഇത്തരം പരിപാടികളിൽ ഒരുപാട് തരത്തിലുള്ള ദുരന്തങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. സെക്യൂരിറ്റി ഗാർഡിലൊക്കെ ആളുകളെ എടുത്തൊരു ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. ഇടയിലാണ് ഇപ്പോൾ വലിയ ദുരന്തത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. തമിഴ്നാട് മന്ത്രിമാരടക്കം അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഏറ്റവും പുതിയ വിവരങ്ങളുമായി ദൃശ്യങ്ങൾ നമുക്ക് പ്രേക്ഷകർക്കായി കാണിക്കാം. തിരക്കിലും പെട്ട് മരിച്ചവരുടെ എണ്ണം 30 കവിഞ്ഞു എന്നാണ് മനസ്സിലാക്കേണ്ടത്. 10ഓളം ആളുകൾക്ക് ഇപ്പോൾ വലിയ തോതിൽ പരിക്കേറ്റിട്ടുണ്ട് എന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. മരണസംഖ്യ ഒരുപക്ഷെ ഉയർന്നേക്കാം എന്നാണ് മനസ്സിലാക്കേണ്ടത്. ദൃശ്യങ്ങൾ അത് വളരെ വ്യക്തമാണ്. ആശുപത്രികളിലേക്ക് എത്തിക്കുന്ന ആംബുലൻസുകളുടെ എണ്ണം വളരെ അധികമാണ് എന്നുകൂടി ഇത് ചേർത്ത് വെക്കണം. 30 പേരിൽ കൂടുതലും കുട്ടികളാണ് എന്ന വിവരം കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. നിരവധി ആളുകൾ തളർന്നു വീണു. അവരുടെയൊക്കെ നില ഗുരുതരമാണ് എന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. പ്രദേശത്തേക്ക് കൂടുതൽ ആംബുലൻസുകൾ എത്തുന്നുണ്ട്. മരണസംഖ്യ ഉയരുമെന്ന വിവരം കൂടി പുറത്തു വരുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. വിനോദ വിവരങ്ങൾ പങ്കുവെക്കും. വിനോദ്, വലിയ ആൾക്കൂട്ടമായിരുന്നു കരൂരിൽ. ആ ദൃശ്യങ്ങൾ നമുക്ക് അത് വ്യക്തമാക്കുന്നുണ്ട്. എന്താണ് സംഭവിച്ചത്? വിജയെ കാണാനെത്തിയവരുടെ ഒരു ബാഹുല്യം അതാണോ അപകടത്തിലേക്ക് നയിച്ചത്? രഞ്ജിത്ത്, വൻ ദുരന്തമെന്ന് തന്നെ പറയാം. ഏതാണ്ട് 30-നടുത്ത ആളുകൾക്ക് ജീവൻ നഷ്ടമായ വിവരമാണ് പുറത്തു വരുന്നത്. 28 എന്നൊരു സംഖ്യ തമിഴ് മാധ്യമങ്ങൾ ഇതിനകം തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 30 പേർ മരിച്ചു എന്ന അനൗദ്യോഗികമായ കണക്കുകൾ പുറത്തു വരുന്നുണ്ട്. മന്ത്രിമാരടക്കം DMKയുടെ മന്ത്രിമാരടക്കം ഇപ്പോൾ സംഭവ സ്ഥലത്തേക്ക് പോയിട്ടുണ്ട്. വിജയ് ഈ പ്രസംഗം നിർത്തി അദ്ദേഹം മടങ്ങുകയും ചെയ്തു. തിക്കിലും തിരക്കിലുമാണ് ഇങ്ങനെ ആളുകൾക്ക് ജീവൻ നഷ്ടമായത്. ഇതിൽ തന്നെ 3 കുട്ടികളും 10 സ്ത്രീകളും ഉൾപ്പെട്ടിട്ടുണ്ട്. ആ വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. നേരത്തെ തന്നെ ഈ റാലിയുമായി ബന്ധപ്പെട്ട് അത് നാമക്കലിൽ നിന്ന് തുടങ്ങി കരൂരിലേക്ക് എത്തുന്ന റാലി 2 ഇടങ്ങളിലായാണ് ഇന്ന് റാലി നിശ്ചയിച്ചിരുന്നത്. ഇത് 2ാമത്തെ സ്ഥലത്താണ് ഈ അപകടം സംഭവിക്കുന്നത്. കരൂരിൽ ഈ റാലിക്ക് ഇടയിലേക്ക് നേരത്തെ 3 ആംബുലൻസുകൾ വന്ന് കയറുന്നൊരു സാഹചര്യമുണ്ടായിരുന്നു. അതിൽ തന്നെ ചില തർക്കങ്ങൾ ഉണ്ടായി. കാരണം വിജയുടെ റാലിയുമായി ബന്ധപ്പെട്ട് DMK നേതൃത്വം ഈ റാലി പൊളിക്കുന്നതിന് വേണ്ടിയുള്ള നടത്തുന്നുവെന്ന രാഷ്ട്രീയ ആരോപണം വിജയുടെ ഭാഗത്തു നിന്നും TVKയുടെ ഭാഗത്തു നിന്നും ഉയർന്നു വന്നിരുന്നു. ഏതായിരുന്നാലും അതിദാരുണമായ സംഭവം. ഇപ്പോൾ സമീപത്തെ ആശുപത്രികളിലേക്കാണ് പരിക്കേറ്റവരെ കൊണ്ടുപോയിട്ടുള്ളത്. 10-ലധികം പേർക്ക് ഗുരുതരമായ പരിക്കേറ്റിട്ടുണ്ട്. DMK മന്ത്രിമാർ ഈ സ്ഥലത്തേക്ക് എത്തുന്നുണ്ട്. നിരവധി ആംബുലൻസുകൾ ഈ സ്ഥലത്ത് എത്തുകയും ആളുകളെ അവിടെ നിന്ന് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. വലിയ രാഷ്ട്രീയ മുന്നേറ്റമായി വിജയുടെ ഈ റാലി മാറുന്ന ഒരു സാഹചര്യം തുടക്കം മധുരയിലായിരുന്നു. അപ്പോൾ തന്നെ വലിയ ആൾക്കൂട്ടവും അവിടെയും തിക്കും തിരക്കും ഉണ്ടാകുന്ന സാഹചര്യമുണ്ടായി. പിന്നീട് വിജയുടെ റാലിക്ക് ഈ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുന്ന തരത്തിലേക്കുള്ള നടപടി ഉണ്ടായപ്പോൾ BJP ആയിരുന്നെങ്കിൽ ഈ തരത്തിൽ നടപടി സ്വീകരിക്കുമായിരുന്നു DMK എന്ന ചോദ്യം വിജയ് ഉയർത്തി. അവിടെ BJPക്കും DMKക്കും ADMKക്കും ഒക്കെ എതിരെ ഒറ്റയാൾ പോരാട്ടമായി അങ്ങനെ ഒരു ശക്തിയായി വിജയ് റാലിയുമായി മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വൻ ദുരന്തം ഉണ്ടായിരിക്കുന്നത്. തമിഴ്നാട്ടിൽ നേരത്തെയും ഇങ്ങനെ ആരാധന മൂത്ത് ആളുകൾ നേതാക്കളുടെ പരിപാടിയിലേക്ക് എത്തുകയും അവിടെ അപകടങ്ങൾ സംഭവിക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു വലിയ മരണം, ഒരുപക്ഷെ ഇനിയും മരണസംഖ്യ ഉയരുമെന്ന വിവരമാണ് പുറത്തു വരുന്നത്. വലിയ ജനക്കൂട്ടമായിരുന്നു ഈ നാമക്കല്ലും അതോടൊപ്പം തന്നെ കരൂരിലേക്കും ഈ തരത്തിൽ ആളുകൾ ഒഴുകിയെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ മനു ഭരത് കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. മനു, സൂചിപ്പിച്ചതുപോലെ തന്നെ തമിഴ്നാട്ടിൽ ഇങ്ങനെ ആരാധന മൂത്ത് ആളുകൾ കൂട്ടമായി എത്തുന്ന സാഹചര്യം പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിലും അങ്ങനെ തന്നെയാണ്. 30 പേർ മരിച്ചു എന്ന ഒരു കാര്യമാണ് വരുന്നത്. രാഷ്ട്രീയമായി വിജയെ എങ്ങനെ ബാധിക്കും? അദ്ദേഹത്തിൻ്റെ പാർട്ടി എങ്ങനെ ബാധിക്കും? വിനോദ്, ഇത് ഇത്രയും വലിയ അപകടമുണ്ടായെന്ന് ന്യൂസ് 18 തമിഴ്നാട് ആദ്യഘട്ടത്തിൽ തന്നെ റിപ്പോർട്ട് ചെയ്തു. അതുകൊണ്ട് തന്നെ നമുക്കിതിൻ്റെ ആദ്യ വിവരങ്ങൾ ലഭിക്കുകയും ചെയ്തു. മാത്രമല്ല ഈ നടൻ വിജയുടെ
TVK പാർട്ടി സെപ്റ്റംബർ 13 തൊട്ടാണ് തമിഴ്നാട്ടിൽ ഉടനീളം ഇത്തരം റാലികൾ സംഘടിപ്പിച്ചുകൊണ്ടിരുന്നത്. ആ റാലികളിൽ പോലീസ് വളരെ കൃത്യമായി വിജയ്ക്ക് ചില നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. ഈ റാലികളിൽ സുരക്ഷാ സംവിധാനം അങ്ങേയറ്റം പാലിക്കണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് നിർദ്ദേശങ്ങൾ നൽകിയിരുന്നത്. ഒപ്പം തന്നെ യാതൊരു തരത്തിലുള്ള ഗതാഗത തടസ്സങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതലുകൾ എടുക്കണം എന്ന് ആവശ്യപ്പെട്ടു. ഈ സെപ്റ്റംബർ 13 തൃച്ചിയിൽ റാലി നടന്നപ്പോൾ തന്നെ വലിയ ആൾക്കൂട്ടം അവിടെ പ്രകടമായിരുന്നു. ഇത് ആദ്യഘട്ടത്തിൽ തന്നെ പോലീസിനെ ആശയക്കുഴപ്പത്തിലാക്കിയിരുന്നു. അതിനെ തുടർന്ന് പലതരത്തിലുള്ള നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. ഈ തിരുവാരൂർ ഡിസ്ട്രിക്റ്റിലും അതുപോലെ അരിയല്ലൂരിലുമൊക്കെ വലിയ